The quality of your life is the quality of your communication. എഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതിനി പേഴ്സണൽ ലൈഫിലാണെങ്കിലും പ്രൊഫഷണൽ ലൈഫിലാണെങ്കിലും ഒരു സ്ട്രോങ് റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്തെടുക്കണമെങ്കിൽ നല്ല രീതിയിൽ എഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതുണ്ട്. അതായത് ഒരു മ്യൂച്വൽ ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ, റെസ്പെക്റ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ, പരസ്പരം പറയുന്നത് മനസ്സിലാക്കണമെങ്കിൽ ഒരു എഫക്റ്റീവായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. നമ്മുടെ പേഴ്സണൽ ലൈഫ് എടുത്ത് നോക്കുകയാണെങ്കിൽ ചില സമയത്ത് നമ്മൾ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ഒരുപാട് പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ പ്രൊഫഷണൽ ലൈഫിലാണെങ്കിലും കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഒരു ആശയം മറ്റുള്ളവരിലോട്ട് എത്തിക്കണമെങ്കിൽ, അത് ഡെലിവർ ചെയ്യണമെങ്കിൽ പോലും നമുക്ക് പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ, ഒരു എഫക്റ്റീവായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഇമ്പോർട്ടൻ്റ് ആണ്. ഹൗ ടു കമ്മ്യൂണിക്കേറ്റ് എഫക്റ്റീവ്ലി, എങ്ങനെ ഒരാളോട് മനോഹരമായിട്ട് സംസാരിക്കാം, ഇത്തരത്തിൽ ഒരുപാട് വീഡിയോസ് യൂട്യൂബിൽ തന്നെ അവൈലബിൾ ആണ്. കൂടാതെ മറ്റ് ചില സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ എടുത്താൽ അവിടെയും ഈ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം, വർക്ക്ഷോപ്പ്, അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. സോ ഇതെല്ലാം കാണിക്കുന്നത് നമ്മുടെ ലൈഫിൽ ഈ പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൻ്റെ ഇമ്പോർട്ടൻസ് തന്നെയാണ്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എങ്ങനെ എഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അതായത് ഒരാളുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഓപ്പോസിറ്റുള്ള വ്യക്തിയെ ഇംപ്രസ് ചെയ്തുകൊണ്ട് എങ്ങനെ മനോഹരമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നമുക്ക് നടത്താനായിട്ട് സാധിക്കും. അതിനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ചില ട്രിക്സുകളാണ് ഈ വീഡിയോക്കകത്ത് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. സോ ലെറ്റ്സ് ബിഗിൻ. നമ്പർ 1, ആക്റ്റീവ് ലിസണിങ്. ഒരു കോൺവെർസേഷൻ വളരെ എഫക്റ്റീവാക്കി മാറ്റാനുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ് ഒരു നല്ല ലിസണർ ആയിരിക്കുക എന്ന് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ഒരാളുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഓപ്പോസിറ്റുള്ള വ്യക്തി നിങ്ങൾ പറയുന്നത് കേട്ടിരിക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾ അയാളുമായിട്ട് ഓപ്പണായിട്ട് സംസാരിക്കുകയുള്ളൂ. അതേസമയം നിങ്ങൾ പറയുന്ന ഒന്നും കേൾക്കാനൊരു ഇൻട്രസ്റ്റ് അയാൾ കാണിക്കുന്നില്ലെങ്കിൽ നിങ്ങളൊന്നും തുറന്നു പറയാനും പോകുന്നില്ല, ആ കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് ആവാനും പോകുന്നില്ല. സോ നമുക്ക് ഒരാളുമായിട്ട് സംസാരിച്ച് അയാളെ ഇംപ്രസ് ചെയ്യണം, അല്ലെങ്കിൽ ഒരാളുമായിട്ട് ഒരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ നടത്തണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഓപ്പോസിറ്റുള്ള ആ ഒരു വ്യക്തി സംസാരിക്കുന്ന സമയത്ത് അവരെ നമ്മൾ ആക്റ്റീവായിട്ട് ലിസൺ ചെയ്യുക, അവർക്ക് നല്ല രീതിയിലുള്ള ഒരു അറ്റൻഷൻ കൊടുക്കുക എന്നുള്ളതാണ്. സോ അത് നമ്മളെക്കുറിച്ച് അയാളിൽ നല്ലൊരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടാനും നല്ല രീതിയിൽ ആ വ്യക്തി ഓപ്പണായിട്ട് നിങ്ങളെടുത്ത് സംസാരിക്കാനും മോർ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കാനും സഹായിക്കുന്നതായിരിക്കും. സോ ബി എ ഗുഡ് ലിസണർ. നമ്പർ 2, ആസ്കിങ് ഇൻസൈറ്റ്ഫുൾ ക്വസ്റ്റ്യൻസ്. ചില ആളുകൾ വളരെ രസകരമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് കണ്ടിട്ടില്ലേ? ദെൻ അവർ സംസാരിച്ചു തുടങ്ങുന്ന സമയത്ത് എല്ലാവരും അവരെ കേട്ടിരിക്കാനായിട്ട് ശ്രമിക്കും. സോ ഇനി നിങ്ങൾക്ക് ആരെയെങ്കിലും സംസാരിച്ച് ഇംപ്രസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആരുടെയെങ്കിലും നല്ലൊരു കമ്മ്യൂണിക്കേഷൻ നടത്തണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഇത്തരത്തിൽ ഇൻസൈറ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുക. അത് ആ ഒരു കോൺവെർസേഷന് നല്ലൊരു സ്റ്റാർട്ടിങ് കൊടുക്കാനും ഒപ്പം ആ ഒരു ഫ്ലോ നിലനിർത്താനും മാത്രമല്ല നമുക്ക് ആ ഒരു കോൺവെർസേഷനിൽ ഇൻട്രസ്റ്റ് ഉണ്ട്, നമ്മൾ ഇൻട്രസ്റ്റഡ് ആണ് എന്ന് കാണിക്കാനൊക്കെ സഹായിക്കുന്നതായിരിക്കും. സോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്പർ 3, കോൺഫിഡൻസ്. നിങ്ങളിപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിൽ ഒരു സെമിനാർ പ്രസൻറ്റേഷൻ എടുക്കാമെന്ന് വിചാരിക്കുക. നിങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് പറയാനുള്ള കാര്യങ്ങൾ എല്ലാവരുടെയും കണ്ണിലേക്കൊക്കെ നോക്കി വളരെ പ്രോപ്പറായിട്ട് ക്ലാസ് എടുക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി എല്ലാവരും നിങ്ങളെ തന്നെ ശ്രദ്ധിച്ച് കേട്ടിരിക്കും. ശരിയല്ലേ? ഇത് തന്നെയാണ് കോൺഫിഡൻസ്. നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ നമ്മൾ സ്ട്രോങ് ആയിട്ട് വിശ്വസിച്ചുകൊണ്ട് അത് ധൈര്യമായിട്ട് പറയാനായിട്ട് ശ്രമിക്കുക. ഒരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷനകത്ത് 20% വാട്ട് യു നോ ആൻഡ് 80% ഹൗ യു ഫീൽ അബൌട്ട് വാട്ട് യു നോ. സോ അത്തരത്തിൽ കോൺഫിഡൻ്റ് ആയിട്ട് പറയുന്ന കാര്യങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് അത് ധൈര്യമായിട്ട് സംസാരിക്കുന്ന ആളുകളെ ചുറ്റുമുള്ള ആളുകൾ ശ്രദ്ധിക്കും, കേട്ടിരിക്കും, ഈവൻ അനുസരിക്കുകയും ചെയ്യും. നമ്പർ 4, അഡാപ്റ്റബിലിറ്റി. നമ്മളെല്ലാവരോടും ഒരേപോലെയാണ് സംസാരിക്കേണ്ടത്. അല്ല, സാഹചര്യങ്ങൾക്കനുസരിച്ച്, വ്യക്തികൾക്കനുസരിച്ച് നമ്മളും മാറണം. എന്ന് വെച്ചാൽ നിങ്ങൾക്കിപ്പോൾ ആരോടെങ്കിലും സംസാരിച്ച് ഇംപ്രസ് ചെയ്യണം, എന്ന് വെച്ചാൽ നിങ്ങൾക്കിപ്പോൾ ആരെയെങ്കിലും സംസാരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഇംപ്രസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആരോടെങ്കിലും എഫക്റ്റീവായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തണമെന്നുണ്ടെങ്കിൽ ആ സിറ്റുവേഷനെയും നമുക്ക് ഓപ്പോസിറ്റുള്ള ആ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ആ ഓഡിയൻസിനെ മനസ്സിലാക്കിക്കൊണ്ട് അവർക്കനുസരിച്ച് സംസാരിക്കുക. സോ ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു വീഡിയോക്കകത്ത് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഓരോ പോയിന്റ്സും ഒരു എഫക്റ്റീവായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടത്താനായിട്ട് അല്ലെങ്കിൽ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ബിൽഡ് ചെയ്യാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. സോ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ don't forget to do like, share and subscribe my channel. And thanks for watching. Have a nice day. See you next video. Bye bye.